വിമതന്മാരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നിർണായകമായ കൊച്ചി മണ്ഡലത്തിൽ പോരാട്ടം കനക്കുന്നു. LDF UDF സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷ വച്ചുപുലർത്തുന്ന മണ്ഡലത്തിൽ നിഷ്പക്ഷ വോട്ടുകൾ നിർണായകമാകും. പഴയ മട്ടാഞ്ചേരി മണ്ഡലവും പള്ളൂരുത്തി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കുമ്പളങ്ങി ചെല്ലാനം പഞ്ചായത്തുകളും കൂട്ടിച്ചേർത്താണ് 2011 കൊച്ചി നിയോജക മണ്ഡലം രൂപീകരിക്കുന്നത്. രാഷ്ട്രീയ സാമുദായിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയെ UDF അനുകൂല മണ്ഡലമായി വിലയിരുത്തുന്നു. എന്നാൽ ഇത്തവണ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാതെ ഡൊമിനിക് പ്രസന്റേഷൻ തന്നെ UDF സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തി. കൂടാതെ കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിലും ഡൊമിനിക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തു. ചെല്ലാനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീനസ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തുമെത്തി. എന്നാൽ എല്ലാ എതിർപ്പുകളും മറികടന്ന് വിജയം സ്വന്തമാക്കുമെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു. പുതിയ കൊച്ചിയിലെ ബഹുഭൂരിപക്ഷം പേർക്കും ഞാൻ 2ാം ഊഴത്തിൻ്റെ ആളാണ്, 4ാം ഊഴമല്ല, 5ാം ഊഴമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായി ആത്മവിശ്വാസത്തോടെ കൊച്ചിയിലെ ജനങ്ങളെ എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയും. LDF സ്ഥാനാർത്ഥി KJ മാക്സി മണ്ഡലം ഇത്തവണ ഇടതിനൊപ്പം നിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ കടുത്ത VS പക്ഷക്കാരനായിരുന്ന KJ മാക്സി തിരഞ്ഞെടുപ്പെടുത്തതോടെ പിണറായി പക്ഷത്തേക്ക് കൂറുമാറിയത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് സ്ത്രീകൾ ഉൾപ്പെടെ പറയുന്നത്. ചുംബന സമര സംഘാടകരിൽ ഒരാളായ രജനീഷ് ബാബു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ സജീവമാണ്. വിമതന്മാരും സ്വതന്ത്രരും ഇരുമുന്നണികൾക്കും ഒരുപോലെ വെല്ലുവിളിയാകുമ്പോൾ കൊച്ചി ഇത്തവണ ശക്തമായ പോരാട്ടത്തിലായിരിക്കും വഴിമാറുക. ഷഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.